സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന് മുന്നിലായി തെളിവായി 2 മദ്യക്കുപ്പികൾ. കോടതി മുറിക്കുള്ളിൽ ചിരി വളർത്താൻ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? അനഘ പ്രകാശ് ഉണ്ട്, അതേക്കുറിച്ച് കൂടുതൽ പറയാം. അനഘ, ഈ 2 വരി മാത്രമാണ് എനിക്ക് മുന്നിലേക്കുള്ളത്. അപ്പോൾ എന്നിൽ ഒരുപാട് കൗതുകമുണ്ട്. ഇത് ഏത് കേസാണ്, ഇതെന്തിനാണ് 2 മദ്യക്കുപ്പി, എങ്ങനെയാണ് തെളിവായി മദ്യക്കുപ്പി എത്തിയത് എന്നൊക്കെ സ്വാഭാവികമായി ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ടാകും. അപ്പോൾ ഏതാണ് കേസ്, എന്താണ് തെളിവായി 2 മദ്യക്കുപ്പികൾ എത്തിയത്, അപ്പോൾ ഇതിനുശേഷം കോടതി മുറിക്കുള്ളിൽ എന്ത് നടന്നു? അഞ്ജിത, മധ്യപ്രദേശിലെ 2 മദ്യ ബ്രാൻഡുകൾ തമ്മിലുള്ള ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് സുപ്രീം കോടതിയിലെത്തിയത്. അത് ഹൈക്കോടതി, അതായത് ഒരു ബ്രാൻഡ് തങ്ങളുടെ ഒരു പ്രീമിയം ഒരു മദ്യക്കുപ്പി അതേ ആകൃതിയിലാണ് മറ്റേ ബ്രാൻഡിൻ്റെയും വിസ്കി ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ബോട്ടിൽ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഇവർ പോയിരുന്നു. അന്ന് ഇതിൻ്റെ ഉൽപ്പാദനം നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇതിന് ഹർജി സമർപ്പിച്ചത്. അപ്പോൾ അന്ന് ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോയ അപ്പീലാണിപ്പോൾ കോടതിയും ആകെ ചിരി പടർത്തിയ ഒരു കേസായി മാറിയത്. അതായത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കവേ തെളിവായി ജഡ്ജിയുടെ മുന്നിൽ അഭിഭാഷകൻ ഈ 2 കുപ്പികളും വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റിസ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ താങ്കൾ കുപ്പികളുമായാണോ നടക്കുന്നത്, കോടതിയിൽ വരുന്നതെന്ന് ജഡ്ജി തമാശ രൂപേണ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അഭിഭാഷകൻ അതിന് മറുപടിയായിട്ട് തെളിവായി സമർപ്പിച്ചതാണ് എന്ന് പറയുകയുണ്ടായി. എന്തായാലും സുപ്രീം കോടതി ഈ കേസ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 2 ആഴ്ച കഴിഞ്ഞാണ് ഈ കേസ് പരിഗണിക്കുക. എന്തായാലും ഈ കോടതി മുറിക്കുള്ളിലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ പൊതുവെ നമ്മൾ മനസ്സിലാക്കിയത് വളരെ ഗൗരവപരമായിട്ടുള്ള സംവാദങ്ങളും ചർച്ചകളും അല്ലെങ്കിൽ കേസുകളും മാത്രം പരിഗണിക്കുന്ന ഒരിടമായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ മലയാള സിനിമകളിലടക്കം ഇപ്പോൾ അടുത്തിടെയായി കോടതി മുറികളും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുള്ളിലൊക്കെ ചിരി പടർത്തുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് നേരിട്ട് കണ്ടൊരു അനുഭവമൊന്നുമില്ല കോടതി മുറിയിലും വാദങ്ങളും മറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള കേസുകളും സുപ്രീം കോടതിയിലടക്കം വരുന്നുണ്ട്, ജഡ്ജിമാരിലടക്കം കൗതുകമുണർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയിലൂടെ നമുക്കും അറിയാൻ കഴിയുന്നത്. ഓക്കെ അനക്കെ, എന്തായാലും കേസ് അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് അറിയാം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. രസകരമായൊരു കേസ് തന്നെ. ശരി.